പാലക്കാട് റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടൊരു മുസ്ലിം സ്ത്രീ നിസ്കരിച്ചു. ഇതാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച. പാലക്കാട് IMA എന്ന് പറയുന്ന ഏതോ ഒരു ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ത്രീ ഇങ്ങനെ നടുറോഡിൽ വന്നുകൊണ്ട് നിസ്കരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സംഘികളും ക്രിസംഘികളുമൊക്കെ ഈ ഒരു വാർത്ത വലിയ രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലൂടെ സകല മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഒക്കെ അവഹേളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിലും ഇവറ്റകൾ മുസ്ലിമീങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ. ഏതായാലും ആ ദൃശ്യം നമുക്കൊന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കണ്ടില്ല, ഇതാണ് ആ ഒരു കാഴ്ച. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, വലിയ തിക്കും തിരക്കുമുള്ള വാഹനങ്ങൾ കൂട്ടത്തോടുകൂടി കടന്നു പോകുന്ന തിരക്കുള്ള ഒരു റോഡിലാണ് ഇത്തരത്തിലൊരു സ്ത്രീ നിസ്കരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. നോക്കി, ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് കാണണം. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ. ഇതായി ജിഹാദികൾ ഈ രാജ്യത്തെ പിടിച്ചടക്കാൻ വേണ്ടി പോകുന്നു. കേരളം ഇപ്പോൾ ജിഹാദികളുടെ കയ്യിലാണ്. അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകൾ സംഘികളും ക്രിസംഘികളും ഒക്കെ ഇട്ടുകൊണ്ട് ആഘോഷിക്കുകയാണ്. നോക്ക്, തിരക്കുള്ള നടുറോഡിൽ ഈ സ്ത്രീ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് പല ആളുകളും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു. സംഘി ക്രിസംഘി ടീമുകൾ ജിഹാദി എന്നും അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ മറുവശത്ത് ചില ആളുകൾ അവർക്കെന്തോ മാനസികമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത്. നോക്കൊരു മനുഷ്യനെ മാനസിക മുദ്ര കുത്താൻ എളുപ്പമാണ്. ഈ സ്ത്രീ എന്തിന് നിസ്കരിച്ചു എന്ന് ആരും തിരക്കിയത് പോലുമില്ല. നോക്കൂ, ഈ സ്ത്രീയുടെ പേര് അനീസ എന്നാണ്. കോയമ്പത്തൂർ സ്വദേശിയാണ്. 2 മക്കളുടെ ഉമ്മയാണ്. തൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ആ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ ഭർത്താവിൻ്റെ സഹോദരന്മാർ വീതം വെച്ചെടുത്തു എന്നുള്ളതാണ് അനീസയുടെ പരാതി. തനിക്കും മക്കൾക്കും കിട്ടേണ്ട ആ സ്വത്ത് അത് ലഭിക്കാതെ നീതി ലഭിക്കാത്തതിനെ തുടർന്ന് അവസാനം അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ നടുറോഡിലെ നിസ്കാരം. അതവരുടെ ഒരു പ്രതിഷേധമായിരുന്നു. നടുറോഡിൽ നിസ്കരിച്ച് വീട്ടമ്മ. തിരക്കേറിയ പാലക്കാട് IMA ജംഗ്ഷനിലാണ് നിസ്കാരം നടന്നത്. ഇതേ തുടർന്ന് പ്രദേശത്ത് കനത്ത ഗതാഗതക്കുരുക്ക് ഉണ്ടായതോടെ പോലീസ് ഇടപെട്ട് വീട്ടമ്മയെ നീക്കി. കോയമ്പത്തൂരിനടുത്ത് കുനിയമത്തൂർ സ്വദേശിയായ അനീസയാണ് പാലക്കാട് IMA ജംഗ്ഷനിൽ നിസ്കരിച്ചത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു വീട്ടമ്മയുടെ നിസ്കാരം. അനീസയുടെ മരണപ്പെട്ട ഭർത്താവിന് അവകാശപ്പെട്ട ഭൂമിയുടെ വിഹിതം ഇവരുടെ കുടുംബത്തിന് നൽകാതെ ഭർത്താവിന്റെ സഹോദരന്മാർ വീതം വെച്ചിരുന്നു. കൊല്ലങ്കോട് നണ്ടൻകിഴായിലായിരുന്നു ഭർത്താവിന്റെ വീട്. ആകെ 8 സെന്റ് ഭൂമിയിലാണ് ഇവർക്കും അവകാശമുള്ളത്. ഒഴിവാക്കിയതിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ലാതായതോടെയാണ് വീട്ടമ്മ പ്രതിഷേധ നിസ്കാരം നടത്തിയത്. വീട്ടമ്മയെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നീക്കി. ഇവരുടെ സഹോദരനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. 2 മക്കളാണ് തനിക്കുള്ളതെന്നും തനിക്ക് നീതി വേണമെന്നുമാണ് വീട്ടമ്മയുടെ ആവശ്യം. ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ മറ്റൊരു കടയിലേക്ക് പോയ സമയത്തായിരുന്നു റോഡിൽ വീട്ടമ്മയുടെ പ്രതിഷേധം. തിരക്കുള്ള നടുറോഡിൽ ഇത്തരത്തിൽ നിസ്കരിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധം നടത്തിക്കഴിഞ്ഞാൽ അത് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിലൂടെ വലിയ രീതിയിൽ അറ്റൻഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയും തൻ്റെ നീതി അതിലൂടെ
ലഭിക്കാൻ കാരണമായി മാറുമെന്ന് കരുതിക്കൊണ്ടാണ് ആ പാവം സ്ത്രീ ഇത്തരത്തിൽ നടുറോഡിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചത്. പോലീസ് വരട്ടെ, എനിക്ക് നീതി വേണമെന്ന് ആ സ്ത്രീ ആവർത്തിച്ചു പറഞ്ഞതും അതുകൊണ്ടാണ്. നോക്കൂ, ഈ സഹോദരിയുടെ പ്രതിഷേധ രീതി അതിനോടൊരിക്കലും യോജിക്കാൻ കഴിയില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു രീതിയാണ് ഇത്തരത്തിൽ നടുറോഡിൽ നിന്നുകൊണ്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നത്. തൻ്റെ ഈ ഒരു പ്രതിഷേധ ദൃശ്യം സംഘപരിവാർ ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷത്തിന് ഉപയോഗപ്പെടുത്തുമെന്ന് അറിയാത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ് ഈ അനീസ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മുസ്ലിമുകളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുന്ന സംഘികളും ക്രിസംഘികളും അവരുടെ മുന്നിലേക്ക് ഇത്തരം ദൃശ്യങ്ങൾ വന്ന് വീഴുമ്പോൾ അവർ ഏതു വിധത്തിലാണ് അതിനെ വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നോക്കുക, ആ സഹോദരി ചെയ്തത് തികച്ചും തെറ്റായ ഒരു കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അതോടൊപ്പം ഇതിൻ്റെ പേരിൽ ആ സഹോദരിയെ കടന്നാക്രമിച്ച് ആ സഹോദരിക്ക് കിട്ടേണ്ട അവകാശങ്ങളും നീതിയും അത് കിട്ടാതെ പോകരുത്. പിന്നെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ച് പോകട്ടെ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എത്ര പരിപാടി നടക്കുന്നു. പലപ്പോഴും വാഹനങ്ങളും മറ്റുമൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ റാലികളും സമരങ്ങളുമൊക്കെ സംഘടിപ്പിക്കാറുള്ളത്. പലപ്പോഴും പൊതുമുതലുകൾ പോലും നശിപ്പിക്കപ്പെടാറുണ്ട്. നീതിക്ക് വേണ്ടി ഒരു സ്ത്രീ നടത്തിയ ഒരു പ്രതിഷേധമായി കണ്ട് പൊറുക്കാവുന്നൊരു കുറ്റം മാത്രമേ അനീസ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ വഴിതിരിച്ചുവിടുന്ന വർഗീയവാദികളോട് പറയാനുള്ളത്, നിങ്ങൾ നോക്കൂ, ഈ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു നടുറോഡിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ ഇസ്ലാം എവിടെയും അനുവദിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, സ്ത്രീകൾക്ക് അവർക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലമെന്ന് പറയുന്നത് വീടാണ്. അത് മനസ്സിലാക്കിയ ഒരു മുസ്ലിമായ സ്ത്രീ ഇതുപോലെ വാഹനങ്ങൾ കടന്നു പോകുന്ന നടുറോഡിൽ, തിരക്കുള്ള റോഡിൽ അവിടെ ഒരു തുണിയെന്തോ വിരിച്ചുകൊണ്ടിങ്ങനെ നിസ്കരിക്കുമോ? ഒരിക്കലുമില്ല. നമുക്കൊരു വിശ്വാസി തൻ്റെ ആരാധനകൾ നിർവഹിക്കുന്ന സമയത്ത് അവിടെ കാണിക്കേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് വിവേകമാണ്. പ്രാർത്ഥനകൾ, ഇബാദത്തുകൾ എന്ന് പറയുന്നത് അപരന് ശല്യമായി മാറരുത്. അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാകരുത്. ഒരു രോഗി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാകാം അത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന ഒരാളാകാം. ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് കാരണം ആ മനുഷ്യന് ഒരു മിനിറ്റ് വൈകിയാൽ പോലും ആ വ്യക്തിയോട് ചെയ്യുന്നത് വലിയൊരു അനീതിയാണ്. മറ്റൊന്ന് സുരക്ഷിതത്വമാണ്. സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാകുന്ന ഒരു പ്രവർത്തനവും ഇസ്ലാം അനുവദിക്കുന്നേയില്ല. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം, നിസ്കരിക്കാൻ ഉത്തമമായ സ്ഥലം എന്ന് പറയുന്നത് അത് വീടാണ് എന്നുള്ളതാണ്. യാത്രയിലാണെങ്കിൽ പള്ളികളിലോ മറ്റു സുരക്ഷിതമായ ഇടങ്ങളിലോ സൗകര്യം ഒരുക്കിയിട്ടുണ്ടാകും. മറ്റൊന്ന് മനസ്സിലാക്കേണ്ട വിഷയം, ഒരാളുടെ വഴി തടയുക എന്ന് പറയുന്നത് അള്ളാഹുവിനടുക്കൽ വലിയ ചോദ്യം ചെയ്യലിന് കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ്. ഇസ്ലാമിക നിയമപ്രകാരം പൊതുവഴികളിൽ എല്ലാവർക്കും തുല്യാവകാശമാണുള്ളത്. അവിടെ തടസ്സമുണ്ടാക്കാൻ ആർക്കും അവകാശമില്ല. നോക്ക്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. ഈ ഒരു കാര്യം ഒരുപക്ഷേ മദ്രസയിൽ പോകുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും വ്യക്തമായി അറിയാം. ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമ്മുടെ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾക്കുമുണ്ട്.